നമസ്കാരം. ഇതിൽ വ്ളോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനുള്ളത് ശ്രീ തിരുവഞ്ചേരിക്കാവിലാണ്. ഇവിടുത്തെ ഇല്ലംനിറ ചടങ്ങുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. കാർഷിക സമൃദ്ധിയുടെ ഗതകാല പ്രൗഢിയെ ഓർമ്മപ്പെടുത്തുന്ന ഈ ആചാരം നമ്മുടെ പുതുതലമുറ അറിയാതെ പോകുന്നു. അതിനാണ് ഇത്തരമൊരു വീഡിയോ നിങ്ങളുമായി പങ്കുവയ്ക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് ഇല്ലംനിറ? കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിലും കാവുകളിലും വീടുകളിലും നടത്തുന്ന ഒരു ആചാരമാണ് ഇല്ലംനിറ. കർക്കിടക മാസത്തിലെ കറുത്തവാവ് കഴിഞ്ഞുള്ള ആദ്യത്തെ ഞായറാഴ്ച ദിവസമാണ് ഇല്ലംനിറ ആചരിക്കുന്നത്. ആ ദിവസം കർഷകർ അതിരാവിലെ മുങ്ങിക്കുളിച്ച് ഈറനണിഞ്ഞ് നെൽപ്പാടത്തു നിന്നും ഒരു പിടി നെൽക്കതിർ അറുത്തെടുത്ത് ഒരു കറ്റ ക്ഷേത്രത്തിലേക്ക് വഴിപാടായി നൽകുന്നു. ദേശപരദേവതയുടെ അനുഗ്രഹം കൊണ്ട് സമൃദ്ധമായ വിളവും ഐശ്വര്യവും നാടിനും വീടിനും ലഭിക്കുമെന്നാണ് കർഷകരുടെ വിശ്വാസം. ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം കൊണ്ടാണ് ഈ ഐശ്വര്യങ്ങൾ വന്നുചേരുന്നത് എന്നാണ് വിശ്വാസം. പണ്ടുകാലത്തെ ഒരു വ്യക്തിയുടെ സമ്പത്ത് കണക്കാക്കിയിരുന്നത് നെല്ലിന്റെ അളവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു. ഏതൊരു സാധനം വാങ്ങുവാനും വിൽക്കുവാനും അന്ന് ആശ്രയിച്ചിരിക്കുന്നത് നെല്ലിനെയായിരുന്നു. നെല്ലിന് അത്രയധികം പ്രാധാന്യം കേരളീയ സമൂഹം നൽകിയിരുന്നു. അതായത് ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകത്തിന്, ഭക്ഷണത്തിന്, സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ വാങ്ങുന്നതിന്, ഇവയിലൂടെ നെല്ലിന് കേരളീയ സംസ്കാരത്തിലുള്ള പ്രാധാന്യം മനസ്സിലാക്കാം. ഈ ഓർമ്മപ്പെടുത്തലുകൾ വിവിധ ആചാരാനുഷ്ഠാനങ്ങളിലൂടെ ഇന്നും പിന്തുടർന്നു പോകുന്നു. ഇല്ലംനിറ ചടങ്ങിന് നെൽക്കതിർ അറുത്തെടുത്ത കറ്റ ക്ഷേത്രത്തിൽ എത്തിച്ചതിന് ശേഷം അവ എടുത്ത് ക്ഷേത്ര പ്രദക്ഷിണം വെച്ച് ശ്രീകോവിലിന് മുന്നിൽ വയ്ക്കുന്നു. അതിനുശേഷം ലക്ഷ്മി നാരായണ പൂജ നടത്തുന്നു. തുടർന്ന് ആചാരാനുഷ്ഠാനത്തോടെ ഈ നെൽക്കതിർ ആദ്യം ക്ഷേത്രത്തിൽ കെട്ടിവയ്ക്കുന്നു. തുടർന്ന് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന ഭക്തർക്ക് ഇവ നൽകുകയും അവർ അത് വീടുകളിൽ കെട്ടിവയ്ക്കുന്നു. അടുത്ത വർഷത്തെ ഇല്ലംനിറ വരെ അവ വീടുകളിലും ക്ഷേത്രങ്ങളിലും സൂക്ഷിച്ചു വരുന്നു. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും സാന്നിധ്യവും വീടുകളിലും ക്ഷേത്രങ്ങളിലും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.